എത്ര കിലോ വെയിറ്റ് ഉണ്ട്? 75 കിലോ. അവനൊരു ക്ലാപ്പ് കൊടുക്കുക. 75 കിലോ വെയിറ്റ് ഉണ്ടായാലും കയറുന്നുണ്ട്. 75 കിലോ വെയിറ്റ് ഉണ്ട് അവന്, കയറാൻ പറ്റും. അതുകൊണ്ട് അത് മനസ്സൂടാണ്, കൈയുടെ പവറോടാണ്. കുറച്ചുകൂടെ വിൽ പവർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ കയറാൻ പറ്റും. ഓക്കെ, റോപ്പ് എന്ന് പറയുന്നത് പോലീസിൻ്റെ അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെ എക്സൈസിൻ്റെ 6ാമത്തെ ഐറ്റമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ചിന്നിങ്ങും 1500. അപ്പോൾ 6ാമത്തെ ഐറ്റമൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുവിധപ്പെട്ടവർക്കൊക്കെ കിട്ടും, നല്ല പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്. ഇത് 3.65 ചെയ്യേണ്ടത്, 3.65. ചില ഗ്രൗണ്ടിലൊക്കെ ഒരു കൈ പിടിച്ചാൽ ആ മുകളിലത്തെ റിബണിൽ കൈ പിടിച്ചാൽ പാസ്സാക്കും. ചിലയിടത്ത് 2 കൈയും ആ റിബണിൻ്റെ അടുത്ത് കൈ പിടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതുപോലെ കൈ മാത്രം ഉപയോഗിച്ച് കയറുന്ന ഒരു ഐറ്റമാണിത്. കാല് ചിലയിടത്ത് ചവിട്ടിയൊക്കെ ഇറങ്ങാമെന്ന് പറയുന്നു, പക്ഷേ നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ട. പിടിക്കുന്ന ഓരോ പിടിയും മുകളിലോട്ട് പിടിക്കുക, അടുത്തടുത്ത് പിടിക്കുക, സ്ട്രോങ് ആയിട്ട് പിടിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് വടം തെന്നാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ പുതിയ വടമാണ്, പുതിയ വടമായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നല്ല സ്ട്രോങ്, നല്ല വടമാണ്. അപ്പോൾ വടം എന്ന് പറയുന്നത് 95% പേർക്കും കിട്ടും. നമ്മുടെ സെൻറ്ററിലെ 95% പേർക്കും വടം കിട്ടും. ബോഡി ഫിറ്റ്നസ് വരുന്നതോടെ, കൈയുടെ പവർ കൂടുന്നതോടെ, നിങ്ങളുടെ പവർ സ്ട്രെങ്ത്, അതൊരു സ്കില്ല് വർദ്ധിക്കുന്നതോടുകൂടി റോപ്പ് കയറുന്നതിന് സിമ്പിളായിരിക്കും. ആദ്യം ഇത് കയറുന്നതിനൊരു പേടി, ആദ്യം ഏത് കാര്യമായാലും ചെയ്യുന്നതിന് ചെറിയ മടിയുണ്ടല്ലോ, ആ മടി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോപ്പ് പെട്ടെന്ന് കിട്ടുന്ന ഐറ്റമാണ്. റോപ്പ് കൂടെ കിട്ടുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് 5 ഐറ്റം കിട്ടും. ചിലർക്ക് 100 മീറ്റർ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോട്ടും കിട്ടി. ചിലപ്പോൾ ക്രിക്കറ്റ് ബോൾ കിട്ടത്തില്ല, അപ്പോഴത്തേക്ക് നിങ്ങളെ റോപ്പൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എഫർട്ട് എടുത്ത് ചെയ്യുക. എല്ലാ ദിവസവും റോപ്പ് ചെയ്യരുത്. റോപ്പ് ചെയ്ത കൈയുടെ ഷോൾഡർ പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ റോപ്പ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരാളിനെ കൂടെ നിർത്തുക. എന്ന് മുകളിൽ കയറി ചെല്ലുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തലയ്ക്ക് എന്തെങ്കിലും മാനസിക ചിലപ്പോൾ എന്തെങ്കിലും തല കറങ്ങിയോ അല്ലെങ്കിൽ ബോധക്ഷയം വരാനൊക്കെ ചാൻസാണ്. കൂടുതൽ എഫേർട്ട് എടുത്ത് ബോഡിയുടെ കംപ്ലീറ്റ് വെയിറ്റും കയ്യിൽ താങ്ങി നിർത്തി കയറുന്നതായതുകൊണ്ട് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് നല്ല തടിയുള്ളവരും കയറുന്നത് നല്ലതുപോലെ കയറുന്നത് നമ്മുടെ സെൻറ്ററിൽ നിന്ന് കയറുന്നുണ്ട്. കഴിഞ്ഞ എൻ്റെ 32 വർഷത്തെ അനുഭവം വെച്ചിട്ട് 97% പേരും റോപ്പ് കയറുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം എഫർട്ട് എടുത്ത് കയറുക, മാക്സിമം അടുത്ത് നിൽക്കുക, ചെറിയ പിടി പിടിക്കുക, കൈ ചേർത്ത് വെക്കുക, പിടിക്കുന്ന ഭാഗത്ത് നോക്കുക, ഓരോ സ്റ്റെപ്പും പിടിക്കുന്ന ഭാഗത്ത് നോക്കി കയറുക. അതല്ലാതെ എവിടെയെങ്കിലും നോക്കി കയറരുത്. പിന്നെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നോക്കണം, ഇങ്ങനെ ജെർസിയും കൂടെ ചേർത്ത് വെച്ച് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊരി ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കൈയുടെ മേളിൽ കയറി ചിലപ്പോൾ പിടിക്കും. കൈ സ്ട്രെച്ച് ആയതിനു ശേഷം കൈയുടെ മേളിൽ കയറി പിടിക്കും. അത് പിന്നെ കൈ ഊരിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഴയുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉള്ളിടത്താണെങ്കിൽ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ബാമും എണ്ണയൊക്കെ തേച്ചതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് ഇതിനകത്ത് കാണും. കൈ തെന്നാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും തല ഇറങ്ങിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ കയറാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഉറക്കെ പറയണം, എനിക്ക് തല ഇറങ്ങുന്നു അല്ലെങ്കിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറയണം. മുകളിൽ കയറി നിന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളവിടെ കൈ വിട്ട് അല്ലെങ്കിൽ കൈ ഉരഞ്ഞ് കൈയുടെ തൊലിയും പോയി നടുവൊക്കെ ഇടിച്ച് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കൊല്ലത്തൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുള്ളതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. കൂടെ ഒരു ബൈസ്റ്റാൻഡറെ നിർത്തുക, മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുക. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചിന്നിങ്ങോ അല്ലെങ്കിൽ പുഷപ്പോ കൈക്ക് സ്ട്രെങ്ത് വരുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ പാടില്ല. നല്ലതുപോലെ റെസ്റ്റ് ചെയ്യുക, കൈക്ക് നല്ലൊരു റെസ്റ്റ് കൊടുക്കുക, മാക്സിമം എഫർട്ട് എടുത്ത് കയറുക. ഒരു ചാൻസിൽ തന്നെ കയറാൻ നോക്കണം. 3 ചാൻസ് ഉണ്ടെങ്കിൽ പോലും ഒരു ചാൻസിൽ കയറാൻ നോക്കുക. നിങ്ങൾക്ക് 3 ചാൻസ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ചാൻസ്, രണ്ടാമത്തെ ചാൻസ് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മാറിയിരിക്കുക. അപ്പോൾ ഒരുവിധപ്പെട്ടവരൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് അത്രയും ടൈം കൂടെ കിട്ടി റെസ്റ്റ് എടുത്തിട്ട് വന്ന് ചെയ്താലും മതി. എടുത്തെടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് പകുതി കയറിയിട്ട് ഇറങ്ങി വന്നിട്ട് വീണ്ടും രണ്ടാമത് കയറാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ സ്ട്രെങ്ത് അത്രയും കുറയുക. ശരിയല്ലേ? അത്രയും സ്ട്രെങ്ത് കുറയല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ ചാൻസിൽ ഫുള്ള് കയറാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ? പിന്നെ കളം നിറഞ്ഞ് നിൽക്കുക എന്ന് പറയും. ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന പറയുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സാറ് പറയുന്ന പോലെ എങ്ങനെയാണെന്ന് നോക്കണം. ചിലർ ഒരു കൈയൊക്കെ തൊട്ടാണ് പഠിച്ച് മുകളിലത്തെ റിബണിൽ തൊട്ടാണ് പഠിച്ചതെങ്കിൽ അവിടെ ചെന്ന് തൊട്ടിട്ട് ചിലപ്പോൾ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മറ്റേ കൈ പൊക്കാൻ പറ്റാതെ വരും. നിങ്ങൾ വിസിലടിച്ചിട്ട് ഫെയിൽ എന്ന് പറയുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് 2 കൈയും തൊട്ട് തന്നെ പഠിക്കുക. ഏറ്റവും മുകളിൽ ചെന്ന് 2 കൈയും തൊട്ട് തന്നെ പഠിക്കുക. എല്ലാവരും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞതുപോലെ 1 റോപ്പ് പ്രാക്ടീസ് ചെയ്യുക, തീർച്ചയായിട്ടും കിട്ടും. ബോഡി വെയിറ്റ് കുറയുന്ന എല്ലാവർക്കും, കൈക്ക് സ്ട്രെങ്ത് ഉള്ള എല്ലാവർക്കും റോപ്പ് ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്യണം. ഓക്കെ.